നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചില വ്യക്തികൾ കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ കാശുണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ചിലരാകട്ടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മെനക്കെട്ട് കാശുണ്ടാക്കുന്നു. ഇതെന്താ ഈ വ്യത്യാസം? രണ്ട് കോൺസെപ്റ്റ്സ് ഉണ്ട്, ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം. ഈ രണ്ട് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഞാൻ ടോണി, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും കാണുക. എന്താണ് ആക്റ്റീവ് ഇൻകം? നമ്മുടെ സമയവും അധ്വാനവും എല്ലാം പൂർണ്ണമായും കൊടുത്തിട്ട് നേടിയെടുക്കുന്ന ഒരു വരുമാന മാർഗ്ഗത്തെയാണ് നമ്മൾ ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം അല്ലെ ആക്റ്റീവ് ഇൻകം എന്ന് നമ്മൾ പറയുന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന ഈ ലോകത്തിലെ ആളുകൾക്കെല്ലാം തന്നെ ഈ ഒരു ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം മാത്രമേ കാണുകയുള്ളൂ. ഇനി പൊതുവായി നമ്മൾ ശ്രദ്ധിക്കുന്ന പൊതുവായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകംസ്, അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളതും പഠിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ പഠിച്ചു കഴിഞ്ഞ് ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതുമായ ഒരു കാര്യമാണ് തൊഴിൽ സമ്പാദിക്കുക, ശമ്പളം മേടിക്കുക. ഒരു തൊഴിൽ ദാതാവിൻ്റെ കീഴിൽ, ഒരു എംപ്ലോയറുടെ കീഴിൽ ഒരു ഫിക്സഡ് സാലറിക്ക് വേണ്ടി, ഒരു നിശ്ചിത തുകയ്ക്ക് വേണ്ടി ഒരാൾ അധ്വാനിക്കുന്നു. മാസാവസാനം ആ തുക അവർ കൈപ്പറ്റുന്നു. ഇതാണ് നമ്മൾ സാലറി എന്ന് പറയുന്നത്. ഒരു എംപ്ലോയർ അവിടെ ഉണ്ടായിരിക്കും, ഒരു തൊഴിൽ ദാതാവ് അവിടെ ഉണ്ടായിരിക്കും, ഒരു ഫിക്സഡ് തുകയായിരിക്കും നമുക്ക് കിട്ടാൻ പോവുക. പഠിച്ചിറങ്ങുന്ന എല്ലാ വ്യക്തികൾക്കും ഏറ്റവും യോജ്യമായിട്ടുള്ളൊരു വരുമാന മാർഗ്ഗമാണ് സാലറി. അടുത്ത ഒരു ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഫ്രീലാൻസിങ് ആണ്. അതിനെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നും പറയും, കൺസൾട്ടിങ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ബേസിക്കലി ഇത് ഫ്രീലാൻസിങ് ആണ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു തൊഴിൽ ദാതാവ് ഉണ്ടായിരിക്കുകയില്ല, ഒരു എംപ്ലോയർ ഉണ്ടായിരിക്കുകയില്ല. പകരം നമ്മളായിരിക്കും നമ്മുടെ തന്നെ ബോസ്. നമുക്ക് മുകളിൽ വേറൊരാൾ നമ്മളെ ബോസായിട്ട് ഭരിക്കാനായിട്ട് ഉണ്ടാവുകയില്ല. പിന്നെ നമ്മൾ ഒരു നിശ്ചിത തുകയ്ക്ക് വേണ്ടിയിട്ട്, പൊതുവേ നമ്മൾ എത്ര മണിക്കൂർ ഒരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നോ ആ മണിക്കൂറിനാണ് നമ്മൾ ചാർജ് ചെയ്യുക. ഒരു സാലറി മേടിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചിത സമയം എല്ലാ ദിവസവും വർക്ക് ചെയ്യേണ്ടി വരും. എന്നാൽ ഒരു ഫ്രീലാൻസറെ അല്ലെ സെൽഫ് എംപ്ലോയിഡിനെ സംബന്ധിച്ചിടത്തോളം എത്ര മണിക്കൂർ താൻ വർക്ക് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കാം. അത് അദ്ദേഹം എടുക്കുന്ന വർക്കുകൾക്കനുസരിച്ചിരിക്കും. ചെയ്യുന്ന കാര്യങ്ങളിൽ ഫ്ലെക്സിബിലിറ്റി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, ഒരു മാസം എത്രത്തോളം സമ്പാദിക്കണം, എത്ര മണിക്കൂറുകൾ വർക്ക് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കണം, അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അക്കാര്യത്തിൽ ബോസ് ആയിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയത് ഫ്രീലാൻസിങ് അല്ലെ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ചാർട്ടേഡ് എഞ്ചിനീയേഴ്സ്, ഇൻഡിവിജ്വൽ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ രീതി കാണാനുള്ള ഉദാഹരണം. അടുത്ത ഒന്ന് ബിസിനസ്. ഒരു വ്യക്തി അയാളുടെ തന്നെ ബോസ് ആയിക്കൊണ്ട് ഇത് പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നു. ഇവിടെ വേറൊരാൾ അദ്ദേഹത്തെ ഭരിക്കാൻ വരികയില്ല. ഇവിടെയും അങ്ങേയറ്റം ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പം വ്യത്യാസം എന്ന് പറയുന്നത് ഫ്രീലാൻസിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസം എന്ന് പറയുന്നത് ഒരു നല്ല എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ആവശ്യമായിട്ട് വരും. ഫ്രീലാൻസിങ്ങിൽ ഓഫ് കോഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യം ഉണ്ടായിരിക്കാം, ഓഫീസ് സെറ്റപ്പ് ചെയ്ത് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണെങ്കിൽ. പക്ഷെ അതിനെ അപേക്ഷിച്ച് ബിസിനസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിരിക്കും. നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ബിസിനസ്സിന്. ഓരോ ചെറിയ കടകളും ബിസിനസ്സുകളാണ്. നമ്മൾ കാണുന്ന റെസ്റ്റോറൻറ്റുകൾ, കഫേ, ഇതെല്ലാം തന്നെ ബിസിനസ്സുകൾ. എന്താണ് പാസീവ് ഇൻകം? നമ്മൾ നേരത്തെ കണ്ടു, ആക്റ്റീവ് ഇൻകത്തിൻ്റെ കേസിൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ അധ്വാനവും സമയമൊക്കെ ചെലവഴിച്ചതിന് ശേഷം നമ്മൾ നേടിയെടുക്കുന്ന ഒരു വരുമാനമാണ് ആക്റ്റീവ് ഇൻകം. അതേസമയം പാസീവ് ഇൻകത്തിൽ നമ്മൾ നമ്മുടെ പൂർണ്ണമായ അധ്വാനവും സമയവും ഒന്നും ഫുള്ളി ചിലവഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓഫ് കോഴ്സ് തുടക്ക സമയത്ത് അധ്വാനവും സമയവും നല്ല രീതിയിൽ ചിലവഴിക്കേണ്ടി വരും. എന്നാൽ പിന്നീട് ഒരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വളരെ കുറച്ച് സമയം, കുറച്ച് അധ്വാനം മാത്രമേ നമ്മൾ അതിൻ്റെ പുറത്ത് കളയേണ്ടി വരുന്നുള്ളൂ. അങ്ങനെ വരുന്ന കേസിൽ ഈ ചെറിയ അധ്വാനം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഒരു വരുമാനം അതിൽ നിന്ന് നേടിയെടുക്കും. അതിനെയാണ് നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് ഏർണിംഗ് ഇൻകം വൈൽ യു ആർ ആക്ച്വലി സ്ലീപ്പിംഗ്. നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പണം ഉണ്ടാക്കുന്ന ഒരവസ്ഥ, അതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു ഉദാഹരണം ഇൻട്രസ്റ്റ് ആണ്, പലിശ. ഈ പലിശ നമുക്ക് കിട്ടാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. നമ്മുടെ കയ്യിലുള്ള സേവിങ്സ് പലിശ നമുക്ക് കിട്ടുന്ന ചില സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. അവിടുന്ന് നമുക്ക് പലിശ കിട്ടുന്നു. ഈ പലിശ കൊണ്ട് നമ്മൾ നമ്മുടെ പല കാര്യങ്ങളും നടത്തുന്നു. ഈ പലിശയ്ക്ക് നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയും. ഉദാഹരണത്തിന് നമുക്ക് FD ഉണ്ട്, റെക്കറൻറ്റ് ഡെപ്പോസിറ്റ് ഉണ്ട്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം റെക്കറൻറ്റ് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്. പിന്നീട് കമ്പനികളുടെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിബഞ്ചറുകളുണ്ട്, അല്ലെങ്കിൽ ബോണ്ടുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ആയിട്ട് പലിശ കിട്ടും. ഏറ്റവും സേഫസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് സോഴ്സ് ഓഫ് പാസീവ് ഇൻകം അതാണ് ഈ പലിശ എന്ന് പറയുന്നത്. തുടക്കക്കാർക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്, റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് പറ്റിയതുമായിട്ടുള്ള ഒന്നാണ് ഇൻട്രസ്റ്റ് ഇൻകം. അടുത്ത ഒന്നാണ് ഡിവിഡൻഡ് ഇൻകം. നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ മ്യൂച്വൽ ഫണ്ട് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ എന്താണെന്നുള്ള ചെറിയൊരു ഐഡിയ എന്തായാലും കാണാതിരിക്കത്തില്ല. അപ്പം ഡിവിഡൻഡ് തരുന്ന ആനുവലി അല്ലെങ്കിൽ ഇൻട്രീം ഡിവിഡൻഡ് തരുന്ന
ഒരുപാട് കമ്പനികളുണ്ട്, ഒരുപാട് സ്റ്റോക്കുകളുണ്ട്, മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പം നമ്മൾ റിസർച്ച് നടത്തി ഏതൊക്കെ കമ്പനികളാണ് എല്ലാ കൊല്ലവും ഡിവിഡൻഡ് തരുന്നത്, ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡ് കിട്ടാം, അങ്ങനെയുള്ള സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടും. അത് എല്ലാ കൊല്ലവും ഉള്ളൊരു ഫിക്സഡ് ഇൻകം ആണ്. ഇറ്റ് ഈസ് ഓൾസോ എ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം. കാരണം പ്രത്യേകിച്ച് നമ്മളൊന്നും അവിടെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വൺസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഡിവിഡൻഡ് മേടിക്കുന്നു. ക്യാപിറ്റൽ അപ്രീസിയേഷനോടുകൂടി തന്നെ പാസീവ് ഇൻകം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണിത്. അടുത്താണ് റെൻ്റൽ ഇൻകം. ഒരു വീടോ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ബിൽഡിങ്ങോ ഒക്കെ പണിയാൻ സാഹചര്യവും സാമ്പത്തികമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു കാര്യമാണിത്. അവർ വീട് പണിത് വാടകയ്ക്ക് കൊടുക്കുന്നു, കമേഴ്ഷ്യൽ ബിൽഡിംഗ് സ്പേസ് പണിയുന്നു, ഓരോ സ്പേസുകളും വാടകയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ അവിടുന്ന് എല്ലാ മാസവും ഒരു നിശ്ചിത തുക നമുക്ക് റെൻ്റൽ ഇൻകമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും, വാടകയായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വളരെ കുറച്ച് ഇൻവോൾവ്മെൻറ്റേ അവിടെ ആവശ്യം വരുന്നുള്ളൂ. മറ്റൊന്നാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ്സ്. എഴുതാൻ കഴിവുള്ള താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് നമുക്കൊരു ബുക്ക് എഴുതാം. ഒരു ഇ ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അത് ആമസോണിൽ നമുക്ക് വിൽക്കാം. അതുപോലെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്പേസുകളുണ്ട്, അവിടെ നമുക്ക് വിൽക്കാം. അവിടുന്ന് നമുക്കൊരു പാസീവ് ഇൻകം കിട്ടും. അതുപോലെ പഠിപ്പിക്കാൻ കഴിവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീ റെക്കോർഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. അതും ഒരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകമാണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പോലും ഒരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകമാണ്. നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വൺസ് ഈ കണ്ടൻറ്റ് ക്രിയേഷൻ നിന്ന് കഴിഞ്ഞാൽ പോലും ആ ഒരു ചാനലിലുള്ള നമ്മുടെ വീഡിയോകൾ പിന്നെയും റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് എൻ എക്സലൻറ്റ് സോഴ്സ് ഓഫ് പാസീവ് ഇൻകം. ഈ യൂട്യൂബ് ചാനലിൽ അതുപോലെ തന്നെ പല പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അത്യാവശ്യം ഫോളോവേഴ്സുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അഫിലിയേറ്റ് ഇൻകം കൂടി ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന പല പ്രോഡക്ട്സിനെയും പർച്ചേസ് ലിങ്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് ആരെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കമ്മീഷൻ കിട്ടും. അപ്പോൾ അത് അഫിലിയേറ്റ് ഇൻകമാണ്. ദാറ്റ് ഈസ് എ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം. ഒരു ബുക്ക് എഴുതാൻ കഴിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്കുകളിൽ നിന്ന് റോയൽറ്റി ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതൊരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകമാണ്. അപ്പോൾ എന്താണ് ആക്റ്റീവ് ഇൻകം, എന്താണ് പാസീവ് ഇൻകം, അതിന് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആക്റ്റീവ് ഇൻകത്തിൽ നിന്നാണ് നമ്മൾ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആക്റ്റീവ് ഇൻകം എന്നൊരു സംഭവം ഉണ്ടായിരിക്കണം. ആക്റ്റീവ് ഇൻകം ഇല്ലയെന്നുണ്ടെങ്കിൽ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധ്യമല്ല. ആക്റ്റീവ് ഇൻകം ആദ്യം നേടിയെടുക്കുക, അതിൽ നിന്ന് പാസീവ് സോഴ്സ് ഓഫ് ഇൻകം സാധിക്കുന്നത്ര സോഴ്സുകൾ നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. വൺസ് ഈ പാസീവ് ഇൻകം നമ്മുടെ ആക്റ്റീവ് ഇൻകത്തിനെക്കാൾ കൂടുതൽ വരുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്റ്റീവ് ഇൻകം വേണമെന്ന് വെക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, മന്ത്ലി അവിടെ നിന്ന് കിട്ടുന്ന റവന്യൂ 1 lakh ആണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം സാലറി, മന്ത്ലി സാലറി 80,000 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ പാസീവ് ഇൻകം ആക്റ്റീവ് ഇൻകത്തിനെക്കാൾ കൂടുതലായി. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് നാൾ ബ്രേക്ക് എടുത്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം വിടുന്നതിനെക്കുറിച്ച് ആലോചിക്കാം, ഈ ജോബ് വിടുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നിങ്ങളുടെ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് FDയിൽ സ്റ്റാർട്ട് ചെയ്യാം, റിസ്ക് കുറവുള്ള മ്യൂച്വൽ ഫണ്ടിൽ SIP ഇട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിക്കുക. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴേക്ക് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസുകൾ, ഈ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പല പല സോഴ്സുകൾ, ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാ ആഴ്ചയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിനെ കുറിച്ചെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കമൻറ്റുകൾ ഇടുക. തുടർന്നും ഈ ചാനലിൽ പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ, ബൈ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അതുപോലെ എമർജൻസി ഫണ്ട്, ഈ 2 ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ കാണുക, ഉപകാരപ്രദമായിരിക്കും.